എല്ലാവർക്കും നമസ്കാരം. ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയായി പ്രധാന പ്രതിഷ്ഠയുള്ളൊരു ക്ഷേത്രം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളിലും ഇവിടെ ഭഗവതി ആരാധിക്കപ്പെടുന്നു. അത്തരത്തിലൊരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം വീഡിയോ കാണണേ. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ പട്ടണത്തിന് 12 കിലോമീറ്റർ അകലെയായി ഊരകം എന്ന ഗ്രാമത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്മ തിരുവടി ക്ഷേത്രം എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളിലും ഇവിടെ ഭഗവതി ആരാധിക്കപ്പെടുന്നു. പ്രശസ്തമായ 108 ദുർഗാക്ഷേത്രങ്ങളിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്നതായാണ് ഈ ക്ഷേത്രം കരുതപ്പെടുന്നത്. പുരാതന ഭാരതത്തിലെ 51 ശാക്തി പീഠങ്ങളിൽ ഒന്നായ തമിഴ്നാട്ടിലെ കാഞ്ചി കാമാക്ഷി തന്നെയാണ് ഈ ഭഗവതി എന്നും വിശ്വാസമുണ്ട്. ചാത്തക്കുടം ശാസ്താവിൻ്റെയും തൊട്ടിപ്പാൾ ഭഗവതിയുടെയും സഹോദരി സ്ഥാനമാണ് ഊരകത്തമ്മ തിരുവടിക്കുള്ളത്. തൊട്ടിപ്പാൾ ഭഗവതിയുടെ പെരുവനം ആറാട്ടുപുഴ പൂരത്തിൻ്റെ കൊടികയറ്റം ഊരകം ക്ഷേത്രത്തിലാണ് നടക്കുന്നത്. ഇവിടുത്തെ ഭഗവതി തന്നെയാണ് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലും പല്ലിശ്ശേരി ക്ഷേത്രത്തിലും എന്നും പറയപ്പെടുന്നു. 1000 വർഷങ്ങൾക്ക് മുൻപാണ് അമ്മ തിരുവടി ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത്. ഈ ക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു ഐതിഹ്യത്തിൽ പറയുന്ന പൂമുള്ളി നമ്പൂതിരി ഭട്ടതിരിപ്പാട് താമസിച്ചിരുന്നതത്രേ. കേരളത്തിലെ പുരാതനമായ 64 ഗ്രാമങ്ങളിൽ ഒന്നായ പെരുവനം ഗ്രാമത്തിൻ്റെ ഭാഗമായിരുന്നു ഊരകവും. ചെന്നൈക്കടുത്തുള്ള പ്രസിദ്ധമായ ശക്തിപീഠമായ കാഞ്ചീപുരം കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയ ഈ നമ്പൂതിരിയുടെ ഭക്തിയിൽ പ്രീതയായ കാഞ്ചി കാമാക്ഷി നമ്പൂതിരിയുടെ ഓലക്കുടയിൽ കയറി കേരളത്തിലെത്തി എന്നാണ് ഐതിഹ്യം. വീട്ടിൽ തിരിച്ചെത്തിയ നമ്പൂതിരി ഓലക്കുട വീടിൻ്റെ നിലത്ത് വെച്ചു. പിന്നീട് അദ്ദേഹം വന്നപ്പോൾ ഓലക്കുട നിലത്ത് നിന്നും ഉയർത്താൻ സാധിക്കാതെ വരികയും നിലത്ത് ഓലക്കുട ഉറച്ചു പോയിരിക്കുകയും ചെയ്തു. പിന്നീട് ഈ കുടയിൽ ആദിപരാശക്തിയായ കാഞ്ചി കാമാക്ഷി കുടികൊള്ളുന്നു എന്ന് പ്രശ്നവശാൽ കണ്ടെത്തുകയും നമ്പൂതിരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ജഗദാംബിക ഊരകം വിട്ട് ഭഗവതിക്കായി അവിടെ ഒരു ക്ഷേത്രം പണിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ദൂരെ ഒരു കിണറ്റിൽ ഭഗവതി വിഗ്രഹം കണ്ടെത്താമെന്നും മഹാമായ സ്വപ്നത്തിൽ അറിയിച്ചു അത്രേ. നമ്പൂതിരി ദേവി അരുളി ചെയ്തതുപോലെ ക്ഷേത്രം നിർമ്മിക്കുകയും തൻ്റെ എല്ലാ സ്വത്തുക്കളും ക്ഷേത്രത്തിന് ദാനം ചെയ്യുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരം അദ്ദേഹം കൊച്ചി രാജ്യത്തിനെ ഏൽപ്പിക്കുകയും അന്നു മുതൽ ഈ ഭഗവതി അമ്മ തിരുവടി എന്ന് അറിയപ്പെടുകയും ചെയ്തു. ക്ഷേത്രത്തിൽ 2 ഗോപുരങ്ങൾ, മതിൽക്കെട്ട്, ഊട്ടുപുര, 4 അമ്പലം, 2 നിലയുള്ള ശ്രീകോവിൽ എന്നിവയുണ്ട്. പ്രധാന പ്രതിഷ്ഠയായ ഭഗവതി പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനമായി വാഴുന്നു. ഇരിക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹത്തിന് 4 കൈകളുണ്ട്. ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ എന്നിവരാണ് ഉപപ്രതിഷ്ഠകൾ. കൂടാതെ കിഴക്കേ ഗോപുരത്തിൽ ഭദ്രകാളിയായ കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യമുള്ളതായും പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് മകീരം പുറപ്പാട്. മകീരം പുറപ്പാടിൻ്റെ പാണ്ടിമേളം വളരെ പ്രസിദ്ധമാണ്. ആറാട്ടുപുഴ പൂരത്തിനുള്ള പുറപ്പാടായാണ് ഈ ഉത്സവം കണക്കാക്കപ്പെടുന്നത്. ആറാട്ടുപുഴ പൂരത്തിൽ അമ്മ തിരുവടിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് അമ്മ തിരുവടി മടങ്ങാറുള്ളൂ എന്നാണ് വിശ്വാസം. നവരാത്രി, തൃക്കാർത്തിക എന്നിവയും ഇവിടെ വിശേഷ ദിവസങ്ങളാണ്. അപ്പോൾ ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നീട് കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.